നമസ്കാരം, ഞാൻ റസിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ പിന്തുണയോടെ ബഹ്റൈനിൽ ഫിൻടെക് ഫോർവേഡ് 2025 സംഘടിപ്പിക്കുന്നു. മേഖലയിലെ പ്രമുഖമായ ഫിൻടെക് ഫോറം 2025 ഒക്ടോബർ 8-9 തീയതികളിൽ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കും. ഫിൻടെക്കിലെ ഏറ്റവും നിർണായക വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി ഫിൻടെക് ഫോർവേഡ് പ്രധാന വ്യവസായ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. തുടർച്ചയായ 3-ാം വർഷവും സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ ഫിൻടെക് ഫോർവേഡ് 2025 പിന്തുണയ്ക്കുന്നു. മേഖലയുടെ ദ്രുതഗതിയിലുള്ള പരിണാമത്തെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിനും ഒരു പ്രാദേശിക സാമ്പത്തിക സേവന നവീകരണക്കാരൻ എന്ന നിലയിൽ ബഹ്റൈന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഫോറത്തിന്റെ സംഭാഷണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2025 ഫിൻടെക് ഫോർവേഡിന് പിന്തുണ തുടരുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബഹ്റൈൻ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് ഹുമൈദൻ പറഞ്ഞു. ഫിൻടെക്, സാമ്പത്തിക നവീകരണം എന്നിവയ്ക്കുള്ള ഒരു മികച്ച കേന്ദ്രമെന്ന നിലയിൽ ബഹ്റൈന്റെ പ്രശസ്തി മുൻ പതിപ്പുകൾ ഉറപ്പിച്ചു. ബഹ്റൈന്റെ സാമ്പത്തിക സേവന മേഖല വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ റെഗുലേറ്റർമാരും നവീനരും തമ്മിലുള്ള സഹകരണം എക്കാലത്തേക്കാളും നിർണായകമാണ്. പ്രവാസി നഴ്സുമാർക്ക് തിരിച്ചടി, പുതിയ നയം പ്രഖ്യാപിച്ച് ബഹ്റൈൻ. രാജ്യത്തെ തദ്ദേശീയരായ നഴ്സുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി ബഹ്റൈൻ. ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്താനായി സ്വീകരിക്കുന്ന അടിയന്തര നടപടികളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. നിലവിൽ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരിൽ 90% വിദേശികളാണ്. ഇത് രാജ്യത്തിന്റെ ദീർഘകാല ആരോഗ്യ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്ന് കണ്ടാണ് പുതിയ നയ രൂപീകരണം. പുതിയ നയത്തിലൂടെ രാജ്യത്തെ നഴ്സിംഗ് വിദ്യാഭ്യാസം വിപുലപ്പെടുത്താനും കോഴ്സ് പൂർത്തിയാക്കുന്ന സ്വദേശികൾക്ക് ദീർഘകാലം നഴ്സിംഗ് ജോലിയിൽ തുടരാനുമുള്ള സാഹചര്യം ഒരുക്കാനുമാണ് ബഹ്റൈൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദ്യാഭ്യാസ, ആരോഗ്യ മന്ത്രാലയങ്ങളും സ്വകാര്യ മേഖലയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കും. ബഹ്റൈനിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സംഭാവനകൾ പിരിക്കുന്നതിന് ഇനി മുതൽ നിയന്ത്രണം. ബഹ്റൈനിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സംഭാവനകൾ പിരിക്കുന്നതിന് ഇനി മുതൽ നിയന്ത്രണം. ഇത് സംബന്ധിച്ച് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നിയമത്തിന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ അംഗീകാരം നൽകി. പൊതുലക്ഷ്യത്തിനായി വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയുടെ പണസമാഹരണം സംബന്ധിച്ച് കർശന വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ നിയമം പ്രാബല്യത്തിലാകുമെന്ന് അധികൃതർ അറിയിച്ചു. ലൈസൻസ്, സംഭാവന പിരിക്കൽ, അനധികൃത സംഭാവന എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രധാന തിരുത്തലുകൾ വരുത്തിയിരിക്കുന്നത്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ ബസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി ബഹ്റൈൻ. ഡിജിറ്റൽ ബസ് സ്റ്റേഷൻ. രാജ്യത്തിന്റെ ആദ്യത്തെ ഡിജിറ്റൽ ബസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം STC ബഹ്റൈനുമായി സഹകരിച്ച കരാറിൽ ഒപ്പുവെച്ചു. സ്മാർട്ട്, സുസ്ഥിര നഗര മൊബിലിറ്റിയിൽ ഒരു പ്രാദേശിക ലീഡർ എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും സ്മാർട്ട് നൂതന പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. ബഹ്റൈൻ എക്കണോമിക് വിഷൻ 2030 ലക്ഷ്യങ്ങളുമായും പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുമായും യോജിപ്പിച്ച് സംയോജിതവും ഡാറ്റാധിഷ്ഠിതവുമായ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു നിക്ഷേപമാണ് STC ഡിജിറ്റൽ ബസ് സ്റ്റേഷൻ. അതുവഴി യാത്രക്കാർക്ക് നൽകുന്ന ഗതാഗത സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു.
ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിൽ പുതിയ ഫെറി സർവീസ് പ്രഖ്യാപനം ജിദ്ദയിൽ നടന്ന മാരിടൈം ഇൻഡസ്ട്രി സസ്റ്റൈനബിലിറ്റി കോൺഫറൻസിൽ. ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിൽ ഒരു പുതിയ സമുദ്ര ഗതാഗത പാത ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നു. സമുദ്ര ഗതാഗത ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പ്രാദേശിക ഗതാഗത സൗകര്യങ്ങൾ വിപുലീകരിക്കാനും ഈ നീക്കം സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജിദ്ദയിൽ നടന്ന രണ്ടാമത് മാരിടൈം ഇൻഡസ്ട്രി സസ്റ്റൈനബിലിറ്റി കോൺഫറൻസിൽ ബഹ്റൈന്റെ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചു. സൗദി ദിനപത്രമായ അൽ ഇഖ്താദിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഓണപ്പുടവയിൽ തിളങ്ങി ശ്രാവണം. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷമായ ശ്രാവണം 2025ന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണപ്പുടവ മത്സരം കാണികളുടെ മനം കവർന്നു. കുട്ടികളും മുതിർന്നവരും അടങ്ങിയ നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പരമ്പരാഗതമായ ഓണവസ്ത്രങ്ങളെ നൂതന ആശയങ്ങളുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിച്ച മത്സരാർത്ഥികൾ വേറിട്ടൊരു അനുഭവമാണ് കാണികൾക്ക് സമ്മാനിച്ചത്. സർഗാത്മകതയും കരവിരുതും ഒത്തുചേർന്ന് തയ്യാറാക്കിയ ഓണപ്പുടവകൾ വേദിയിൽ അണിനിരന്നപ്പോൾ അതൊരു ദൃശ്യവിരുന്നായി മാറി. ആധുനികതയുടെ അതിപ്രസരത്തിൽ അന്യമാകുന്ന നാടൻ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിന്റെ തനത് പൈതൃകവും സംസ്കാരവും പ്രവാസി സമൂഹത്തിൽ നിലനിർത്തുന്നതിനുമാണ് മത്സരം സംഘടിപ്പിച്ചതെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും പറഞ്ഞു. കേരളത്തിന്റെ തനതായ വസ്ത്രധാരണ രീതിയുടെ സൗന്ദര്യവും ലളിതവും വിളിച്ചോതിയ മത്സരത്തിൽ ടീം സമുദ്ര 1ാം സ്ഥാനവും ടീം ലൈബ്രറി സ്റ്റാർസ് 2ാം സ്ഥാനവും ടീം ഹൃദയപൂർവ്വം 3ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സംഗീതത്തിന്റെ ശ്രാവണമൊരുക്കാൻ KS ചിത്രയും യുവഗായകരും 11-12 തീയതികളിൽ BKS-ൽ. ബഹ്റൈനിലെ പ്രവാസി മലയാളികളുടെ ഹൃദയങ്ങളിൽ ഓണത്തിന്റെ നിറപ്പൊലിമ നിറയ്ക്കാൻ ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന ശ്രാവണം 2025 ഓണാഘോഷങ്ങൾക്ക് സംഗീതത്തിന്റെ മാധുര്യം പകരാൻ പ്രശസ്ത പിന്നണി ഗായിക KS ചിത്രയും യുവഗായകരും എത്തുന്നു. സെപ്റ്റംബർ 11-12 തീയതികളിലാണ് സംഗീത പരിപാടി നടക്കുന്നത്. പ്രശസ്ത സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9-ലൂടെ സംഗീത ലോകത്ത് തങ്ങളുടേതായ ഒരിടം കണ്ടെത്തിയ അനുശ്രീ, നന്ദ, ബൽറാം, ശ്രീരാഗ് എന്നിവർ നയിക്കുന്ന സംഗീത നിശ സെപ്റ്റംബർ 11 വ്യാഴാഴ്ച രാത്രി 7:30 സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറും. KS ചിത്ര, മധു ബാലകൃഷ്ണൻ, നിഷാദ്, അനാമിക എന്നിവർ പങ്കെടുക്കുന്ന ഗാനമേള സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ്. ഓണാഘോഷത്തിന്റെ വർണ്ണപ്പൊലിമയിൽ സംഗീതത്തിന്റെ മാന്ത്രികത കൂടി ചേരുമ്പോൾ പ്രവാസ ലോകത്തെ സംഗീതാസ്വാദകർക്ക് അതൊരു അവിസ്മരണീയ നിമിഷമായി മാറുമെന്നും എല്ലാവർക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ISROയുമായി നിർണായക കരാർ. ആവേശക്കുതിപ്പിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഓഹരി. ചെറുകിട ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം കൂടുതൽ സുഗമമാക്കും. നിർണായകമായ സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ച് പ്രതിരോധ മേഖലയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്നിവയുമായി
സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ സാങ്കേതിക കൈമാറ്റ കരാറിലാണ് HAL ഒപ്പുവച്ചത്. 500 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ താഴ്ന്ന ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 3 ഘട്ടങ്ങളുള്ള ഒരു വിക്ഷേപണ വാഹനമാണ് SSLV. SSLV സാങ്കേതിക വിദ്യയുടെ സുപ്രധാന സാങ്കേതിക കൈമാറ്റത്തിനുള്ള ലൈസൻസാണ് കരാറിലൂടെ HALന് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ആഭ്യന്തര ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി SSLVകളുടെ വൻതോതിലുള്ള ഉൽപാദനത്തിന്റെ ഉത്തരവാദിത്തം HALനായിരിക്കും. ആശയവിനിമയം, ഭൂമി നിരീക്ഷണം, നാവിഗേഷൻ തുടങ്ങിയ മേഖലകളിലെ വിവിധ ഉപയോഗങ്ങൾക്കായി ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിൽ SSLVക്ക് തന്ത്രപരമായ വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത്. സ്വർണത്തിൽ വീണ്ടും കുതിപ്പ്. പവന് 81,040 രൂപയായി. ദിനം പ്രതിയെന്നോണം കത്തിക്കയറി സ്വർണ്ണവില. ബുധനാഴ്ച പവന്റെ വില 160 രൂപ കൂടി 81,040 രൂപയായി. ചൊവ്വാഴ്ച മാത്രം 1000 രൂപ വർദ്ധിച്ച് 80,880 രൂപയിലെത്തിയിരിക്കുന്നു. US തീരുവകളെ കുറിച്ചുള്ള ആശങ്കകളും സമ്പദ് വ്യവസ്ഥയിൽ അവയുണ്ടാക്കാനുള്ള പ്രത്യാഘാതങ്ങളുമാണ് സ്വർണ്ണവിലയിലെ സമീപകാല അനിശ്ചിതത്വത്തിന് പിന്നിൽ. US കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് ഈ മാസം നിരക്ക് കുറച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ സ്വർണത്തിന് അനുകൂലമായ സാഹചര്യമുണ്ടാക്കിയിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.